അഗാധ സ്നേഹമുള്ള രക്ഷിതാക്കളിൽ നിന്ന് ലഭിക്കുന്ന ശിക്ഷണങ്ങൾ നല്ലത് ചെയ്താൽ ലഭിക്കുന്ന റിവാർഡുകളേക്കാൾ മഹത്തര ഫലങ്ങളാണ് കുട്ടികളിൽ സൃഷ്ടിക്കുക എന്നതിൻ്റെ ദൃഷ്ടാന്തങ്ങൾ ചരിത്രത്തിലുണ്ട്. മാതാപിതാക്കളായ കരംചന്ദ് ഗാന്ധിയും പുത്തലി ഭായിയും നൽകിയ ഉചിതമായ ശിക്ഷകൾ തന്നിൽ വളർത്തിയ ആത്മസംയമനത്തെയും അച്ചടക്കബോധത്തെയും കുറിച്ച് മഹാത്മാഗാന്ധി അത്യന്തം നന്ദിയോടെ സ്മരിക്കുന്നുണ്ട്. തോമസ് എഡിസന്റെ അമ്മ നാൻസി, അബ്രഹാം ലിങ്കന്റെ ചിറ്റമ്മ സാറാ ബുഷ് ജോൺസൺ, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ്റെ അച്ഛൻ ജോസിയ, ചാൾസ് ഡിക്കൻസിൻ്റെ അപ്പൻ ജോൺ തുടങ്ങിയവർ ചൂരൽ കഷായമടക്കം നിവേദിച്ചാണ് മക്കളെ പ്രഗത്ഭരാക്കി കരുപ്പിടിപ്പിച്ചത്. മാതാപിതാക്കൾ നൽകിയ ചോക്ലേറ്റുകളേക്കാൾ ചൂരൽ കഷായങ്ങളെയാണ് ഈ മഹത്തുക്കൾ അത്യാദരവോടെ ഓർക്കുന്നത് എന്ന കാര്യം ചിന്തനീയമാണ്. പഞ്ചസാര പായസത്തിൻ്റെ നുണച്ചലിൽ നിന്നല്ല, ശാരീരികവും മാനസികവുമായ വേദനയുടെ നീറ്റലിൽ നിന്നാണ് മനുഷ്യൻ മഹത്തായ സ്വയം സംസ്കരണത്തിൻ്റെ ഉത്തുംഗതയിലേക്ക് പരിണമിക്കുന്നതെന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ട് കടുത്ത തെറ്റുകൾക്ക് കൊച്ചു ശിക്ഷകളെല്ലാം നമുക്ക് മക്കൾക്ക് നൽകാം. ആ ശിക്ഷ നൽകുമ്പോൾ അതിൻ്റെ പൊള്ളൽ അവരെക്കാൾ നമുക്ക് അനുഭവപ്പെടുന്ന തരത്തിൽ അന്തരാത്മാവിൽ സ്നേഹം തിളയ്ക്കണം. അതവർക്ക് മനസ്സിലാവുകയും വേണം.